കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനായിട്ട് ഞാൻ ബ്രെഡാണ് എടുത്തേക്കുന്നത്. ബ്രെഡ് ഒരു 6 ബ്രെഡോളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാബേജാണ് വേണ്ടത്. ക്യാബേജ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് ചിക്കൻ ഒന്ന് ഞാൻ ഫ്രൈ ചെയ്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് 2 മുട്ട പുഴുങ്ങിയെടുക്കണം. 2 വള്ളി വെളുത്തുള്ളി വേണം. പിന്നെ വേണ്ടത് മല്ലിയില. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസ് ആദ്യം നമുക്ക് തയ്യാറാക്കണം. മുട്ട നമുക്ക് പച്ചയ്ക്ക് ചേർക്കുന്നതിൽ നല്ലതായിരിക്കും. ഈ രീതിയിൽ മയോണൈസ് തയ്യാറാക്കിയാൽ അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ 1 സ്പൂൺ അളവിൽ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ അതേ അളവിൽ തന്നെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതേ ഒരു 2 സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ല രീതിയിൽ ഞാൻ ഇപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസാണിത്. കൂടുതൽ ഓയിലും വരുന്നില്ല. വിനാഗിരി നമ്മൾ കുറച്ചാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ബ്രെഡ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് 2 സൈസിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതുപോലൊരു മുടിയിൽ നമുക്ക് വെച്ചൊന്ന് ബ്രെഡ് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈസിൽ ഞാൻ അങ്ങനെ ബ്രെഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പ് ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുത്താൽ ഇത് ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇതുപോലെ 2 ബ്രെഡ് എടുത്തിട്ട് ആ 2 ബ്രെഡിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ 4 സൈഡും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് നമ്മളത് കളയാൻ പാടില്ല. ഇത് തന്നെ ആയിരിക്കും നമ്മൾ ബ്രെഡ് ക്രംസിനായിട്ട് എടുക്കുന്നതും. ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് ഇത് അരിഞ്ഞെടുത്തതും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നല്ല രീതിയിൽ ഞാൻ അതത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ബ്രെഡ് നമുക്കൊന്ന് മുക്കിയെടുക്കുന്നതിനായിട്ട് ഞാൻ മൈദാമാവ് കുറച്ച് ഉപ്പും ചേർത്തൊന്ന് കലക്കി എടുത്തേക്കുന്നതാണ്. നമുക്കിത് മുട്ടയ്ക്കകത്തായാലും നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ബ്രെഡ് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത് നമുക്ക് ബ്രെഡ് ക്രംസിലായാലും ചെയ്തെടുക്കാം. ഞാനിപ്പം മൈദയിലാണ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇതാകുമ്പോൾ കൂടുതൽ ഓയിൽ ആ ബ്രെഡിലോട്ട് പിടിക്കത്തില്ല മൈദയിലെടുക്കുമ്പോൾ. അതിനാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾ ആ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഓയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ബ്രെഡിൽ തന്നെ നമുക്ക് 2 പോക്കറ്റ് കിട്ടും. ഈ രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. കട്ട് ചെയ്തെടുത്തേക്കുന്നുണ്ട. ബ്രെഡ് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല ഈ രീതിയിൽ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇന്ന് ഫില്ലിങ്സ് തയ്യാറാക്കാം. ഇതിനായിട്ടൊരു ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കുക. എല്ലാം നമ്മുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ്.
ക്യാരറ്റും അതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവേ. ചിക്കനും ചേർത്ത് കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച മയോണൈസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഓരോ ബ്രെഡ് പോക്കറ്റിലേക്കും നമ്മൾ ഇതുപോലെ ഒന്ന് നിറച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും എല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.